ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. നമ്മൾ കുറച്ച് മാങ്ങച്ചാർ ഉണ്ടാക്കാൻ പോകണ്ട. അപ്പം മാങ്ങ ഒക്കെ നേരത്തെ കട്ട് ചെയ്തിട്ട് ഞാൻ ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഉപ്പൊക്കെ തിരുമ്മി വെച്ചതാട്ടാ. ഇപ്പം ഈ ഒരു ലെവലിലായിട്ടുണ്ട് മാങ്ങ. അപ്പം നമുക്ക് ബാക്കി ഐറ്റംസൊക്കെ എന്തൊക്കെയാണ് വേണ്ടിയെന്ന് നോക്കാമല്ലേ. പിന്നെ ഇതേ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇഞ്ചും വെളുത്തുള്ളിയും കൂട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പം ആദ്യം നമുക്ക് ഇഞ്ചി തന്നെ ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരോടും എപ്പോഴും പറയണ പോലെ തന്നെ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്നാണ്ട് അമർത്തിക്കോളൂ. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ ഇഞ്ചിയൊക്കെ ചതച്ചു. ഇനി നമുക്ക് വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കണം. പച്ചമുളക് പിന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റാം. അപ്പോൾ കിട്ടണ വെളുത്തുള്ളിയൊക്കെ വലിയ അല്ലിയുള്ള വെളുത്തുള്ളിയല്ലേ. പിന്നെ എല്ലാവരും വീഡിയോസൊക്കെ ഫുള്ളായി കാണാൻ ശ്രമിക്കുക, ആരും സ്കിപ്പ് ചെയ്ത് കാണരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ പേരുണ്ടാവും, അവരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ ഈ ഇഞ്ചും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണല്ലേ നമ്മളെ അച്ചാറായാലും വേറെ എന്ത് കറികളായാലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഐറ്റമല്ല അത്. അപ്പോൾ നമ്മളെ വെളുത്തുള്ളിയൊക്കെ ചതച്ചു, ഇഞ്ചും ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പച്ചമുളക് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. പച്ചമുളക് അതുപോലെ കട്ട് ചെയ്താൽ പറ്റാം. വലിയ എരിവുള്ള പച്ചമുളകൊന്നല്ല, നമ്മളെ എരിവിനനുസരിച്ചാണെങ്കിൽ നമുക്ക് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ചെറിയൊരു ജലദോഷമുള്ള കാരണേ വലിയൊരു സുഖമില്ല, സൗണ്ടൊക്കെ അതാണ് വ്യത്യാസം. മാറിയിട്ടില്ല, 2-3 ദിവസമായി തുടങ്ങിയിട്ട്. എന്നാൽ വലിയ കാര്യമായിട്ടായിട്ട് ഇല്ലേണേനും ആ ഒരു ലെവലില്ല. അപ്പോൾ ഇതാ പച്ചമുളകും കട്ട് ചെയ്തു കിട്ടാം. ഇനി നമുക്ക് ബാക്കി ഐറ്റംസൊക്കെ നോക്കാമല്ലേ. അപ്പോൾ ഇതേ ഗ്യാസ് സ്റ്റവ് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കത്തിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ചട്ടി ഒന്ന് ചൂടാവണ വരെ വെയിറ്റ് ചെയ്യാമല്ലേ. അതേ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത് അച്ചാർ ഉണ്ടാക്കുമ്പോൾ. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ നല്ലെണ്ണ അല്ലേ അത് ഉപയോഗിക്കുക. അതിലേതെങ്കിലും ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് കാറച്ചോവ് വരും. ഇനി കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി സെറ്റായിട്ട് വരട്ടെ. പിന്നെ ഇത് കുറച്ച് കറിവേപ്പിലൊക്കെ വെക്കുന്നു കേട്ടോ. കറിവേപ്പിലൊക്കെ തന്നെ പൊട്ടിക്കറിയാണല്ലോ, കഴുകിയിട്ട് ഇട്ട് കൊടുക്കാനാണേ നല്ല പൊട്ടിക്കറി വരും. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായി മൂത്ത് വരട്ടെ, അത് വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാൻ പോവാണേ. ഇപ്പം നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം മൂത്ത് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ചൊക്കെ മൂപ്പായിട്ടുണ്ട്, ഒന്നുകൂടി മൂപ്പായി വരട്ടെ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മളെ ഉള്ളിയും ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സുറുക്ക ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത്തിരി സുറുക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം സുറുക്കൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളെ സുറുക്കൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ അച്ചാർ പൊടിയാണ് യൂസ് ചെയ്യണത്, ഇന്ന് മുളക് പൊടി യൂസ് ചെയ്യണില്ല കേട്ടോ. ഇന്ന് ഫുള്ള് അച്ചാർ പൊടിയിലാണ് ഉണ്ടാക്കണത്. അപ്പം അതൊന്ന് അച്ചാർപ്പൊടി ഒന്ന് വേവാവണ്ടേ, ഒന്ന് പച്ചമണം മാറട്ടെ അച്ചാർപ്പൊടിയുടെ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അച്ചാർ പെട്ടെന്ന് കേടുവരും ചെയ്യും. ഇതിലൊന്ന് കിടന്നിട്ട് പച്ചമണം മാറട്ടെ. പിന്നെ ഞാൻ അധികം സുറുക്കൊഴിക്കാത്തത് എന്താണെന്നറിയും, നമ്മളെ മാങ്ങ ഉപ്പ് തിരുമ്പി വെച്ചപ്പോഴേ മാങ്ങയിൽ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം കളയേണ്ട ആവശ്യമില്ല നമുക്ക്. നമ്മളെ അച്ചാർ നാശാവൊന്നുമില്ല വെള്ളം ഒഴിച്ചു കൊടുത്താൽ. അപ്പോൾ അതും കൂടി വെച്ച് കൊടുക്കുക വെച്ചിട്ട് ഒരുപാട് സുറുക്കൊഴിക്കണ്ടല്ലോ. പിന്നെ ഞാൻ മസാലയ്ക്ക് വേണ്ട ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാങ്ങയിൽ ഓൾറെഡി ഉപ്പുണ്ട്, എന്നാലും ഈ അച്ചാർ പൊടിയിലൊന്നും ഉപ്പ് പിടിക്കണ്ടേ, അതിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല, അതുകൊണ്ടാണ് ചേർക്കാത്തത്. പിന്നെ അച്ചാർ പൊടിയിൽ ഓൾറെഡി ഉണ്ടാവും, എന്നാലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു തരും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതേ ഞാൻ ഒരു തരി ഉലുവയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മളെ അച്ചാർ പൊടിയൊക്കെ ഏകദേശം മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഗ്യാസ് സ്റ്റവ് ഓഫാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ മാങ്ങയിൽ കണ്ടില്ലേ വെള്ളം, അപ്പോൾ ആ വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് വെള്ളമാണ് അത്, വേറെ വെള്ളമൊന്നും അല്ല കേട്ടോ. നമുക്ക് ഈ വർഷത്തെ മാങ്ങ ആദ്യമായിട്ടാണ് കിട്ടുന്നത് കേട്ടോ. കടയിൽ പോയി നോക്കിയപ്പോഴൊക്കെ ഈ വാടിയ മാങ്ങ ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വാങ്ങിക്കാൻ നിന്നില്ല. അപ്പോൾ നമുക്ക് നല്ല മാങ്ങനെ കിട്ടിയില്ലായി. നമ്മളെ അയൽവാസി ചേച്ചി തന്നാട്ടോ നമുക്ക് മാങ്ങ. ഇനി നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ടേ. ഗ്യാസ് സ്റ്റവ് ഓഫാക്കിയിട്ടാണ് ഞാൻ ചെയ്യണത്, അല്ലെങ്കിൽ നമ്മളെ മാങ്ങ ഒക്കെ വെന്ത് പോവേ. അങ്ങനെ വേവാൻ പാടില്ലല്ലോ അച്ചാറിടുമ്പോൾ മാങ്ങ. ഇപ്പം കണ്ടില്ലേ വെള്ളമൊക്കെ കറക്റ്റായി. ഇനി ഒന്നും കൂടി കട്ടിയാവും കേട്ടോ അച്ചാറ്. ഈ ഒരു ലെവലിനേക്കാളും കട്ടി വരും കേട്ടോ അച്ചാറിന്. മാങ്ങച്ചാറ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ അല്ലേ. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു അച്ചാറല്ല മാങ്ങച്ചാറ്. എനിക്കും മോനിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് മാങ്ങച്ചാറ്. അതെ, സെറ്റായില്ലേ അച്ചാറ്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.